Hello everyone, I am Anaga. Today we discuss about the topic pneumonia and obstructive lung diseases in aged. Pneumonia. Pneumonia is acute infection and inflammation of the alveoli of the lungs. ലങ്സിലെ ആൽവിയോളിക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ആണ് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത്. ആൽവിയോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് ഓഫ് റെസ്പിറേഷൻ എന്നാണ് പറയുക. ആൽവിയോളിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ഇൻ ബ്ലഡ് സ്ട്രീം. Pulmonary inflammation caused by allergic reaction is called alveolitis, and that caused by chemical or physical agents is called pneumonitis. Organisms causing pneumonia are virus, bacteria, mycoplasmas, fungi, and protozoans. In healthy persons, it may be caused by Streptococcus pneumoniae, a type of bacteria, Mycoplasma pneumoniae, or virus. The causative organism of pneumonia following influenza is Staphylococcus aureus. മേജർ ആയിട്ടുള്ള ന്യൂമോണിയയുടെ സിംറ്റംസ് ഏതാണെന്ന് നോക്കാം. ഫ്ലൂയിഡ് ഫിൽഡ് ആൽവിയോളി കണ്ടെയ്നിങ് ഡെഡ് ല്യൂക്കോസൈറ്റ്സ്, അതുപോലെ ലോ ഓക്സിജൻ ലെവൽ ഇൻ ബ്ലഡ്. ലങ്സിൽ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ റേറ്റ് ലോ ആകുമ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവലും കുറയുന്നു. പിന്നെ ഹാർഷായിട്ടും ഹൈ പിച്ച്ഡ് ബ്രീത്തിങ് ആയിരിക്കും ഉണ്ടാവുക. അല്ല കഫും ഫീവറും ഉണ്ടായിരിക്കും. കോമൺ ആയിട്ടുള്ള സിംറ്റംസ് കഫ്, ഫീവർ, പ്യൂരിറ്റിക് പെയിൻ, സയാനസിസ് എക്സെട്ര. നെക്സ്റ്റ്, വാട്ട് ഇസ് ന്യൂമോണിയ? ന്യൂമോണിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽവിയോളാർ സാക്കിൽ ഫ്ലൂയിഡ് വന്ന് ഫില്ലാവും. അതിൽ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ലങ്സിൽ എയർ സ്പേസിനെ ഇത് റെഡ്യൂസ് ചെയ്യും, ഈ ഫ്ലൂയിഡ് ഫിൽഡായതുകൊണ്ട്. ദെൻ ഈ ഫ്ലൂയിഡ് ഫില്ലായിട്ടുള്ള ആൽവിയോളയിൽ എന്താണ് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യണത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം തന്നെ അതിൽ CO2 നോർമലായിട്ട് തന്നെ ഡിഫ്യൂസായിട്ട് പോകും. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ അബ്നോർമലി ലോ ആയിരിക്കും, കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽ നോർമലായിരിക്കും. 3 തരത്തിലുള്ള ന്യൂമോണിയ ആണുള്ളത്. ലോബാർ ന്യൂമോണിയ, ലോബുലാർ ന്യൂമോണിയ ഓർ സെഗ്മെൻ്റൽ ന്യൂമോണിയ, ബ്രാങ്കോ ന്യൂമോണിയ. ലോബാർ ന്യൂമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്ങിലെ ആൽവിയോളിയിൽ ഏതെങ്കിലും ഒരു ലോബിൽ ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുക. ഇനി സെക്കൻഡ് ലോബുലാർ ആണെങ്കിൽ ഈ ആൽവിയോളിൻ്റെ ഏതെങ്കിലും ലോബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുക. ബ്രാങ്കോ ന്യൂമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോങ്ക്യോൾസിലും ആൽവിയോൾസിലും പാച്ചി ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക. നെക്സ്റ്റ്, ഒബ്സ്ട്രക്റ്റീവ് ലങ് കണ്ടീഷൻസ്. അതായത് ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന ആ ഒരു കണ്ടീഷൻസ്. അതിൽ വരുന്നത് the condition which obstruct or limit airflow through the airway in aged person. ഈ എയർവേസിൽ എയർഫ്ലോനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ, അതും ഏജ്ഡ് പേഴ്സൺസിൽ. അത് ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്ന് നോക്കാം. ബിൽഡപ്പ് ഓഫ് നാച്ചുറലി ഒക്കറിങ് മ്യൂക്കസ്, അതായത് മ്യൂക്കസിൻ്റെ ഒരു ശേഖരണം അതിങ്ങനെ അടിഞ്ഞു കൂടി വരുന്നൊരവസ്ഥ. ഇത് COPD ഉള്ളവരിൽ ക്വൈറ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. COPD എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഈ മ്യൂക്കസ് മുഴുവനായിട്ടും പോയില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ എയർ ഫ്ലോയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കും. അത് പിന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസും ഉണ്ടാക്കും. സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഡിസ്ട്രപ്ഷൻ ഓഫ് ദ സപ്പോർട്ട് ടിഷ്യൂ അറൗണ്ട് എയർവേസ്. ഇത് ഓൾഡ് ഏജ് ആയവരിൽ അവരുടെ വെയറും, അതായത് വെയർ ആൻഡ് ടിയർ, അത് നാച്ചുറലി ഡിസ്ട്രപ്റ്റ് ദ
പാക്കേജ് ടിഷ്യൂ അറൗണ്ട് എയർവേസ്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് നമ്മുടെ എയർവേസിന് ഡാമേജസ് വരുത്തുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എംഫിസീമ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നു. തേർഡ് കണ്ടീഷൻ ഈസ് ടൈറ്റനിങ് ഓഫ് ദ റിംഗ് മസിൽസ് അറൗണ്ട് ദ എയർവേസ്. അതായത് നമ്മുടെ എയർവേ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള റിംഗ് മസിൽസിൻ്റെ ടൈറ്റനിങ്. എയർവേസ് കൺസ്ട്രിക്റ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ ലീഡിങ് ടു സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്. നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ആസ്മ അതുപോലുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് ഫോർത്ത് കണ്ടീഷൻ ഈസ് തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഓഫ് ദ വാൾസ് ഓഫ് എയർവേസ്. എയർവേസിൻ്റെ വാൾസിൻ്റെ തിക്കനിങ്ങും ഹാർഡനിങ്ങും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രോസിസ് റെഡ്യൂസസ് ദ ലൂമൻ ഓഫ് ദ എയർവേ. ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെല്ലിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ ഡാമേജ് ആയിട്ടുള്ള സെൽസ് ഒരു സ്കാർ ടിഷ്യൂ പോലെ ഫോം ചെയ്തിങ്ങനെ അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ് ഫൈബ്രോസിസ്. ദിസ് ഈസ് ഓൾസോ അഡ്വേഴ്സ്ലി എഫക്റ്റ് ദ ഫ്രീ ഫ്ലോ ഓഫ് എയർ. അതായത് ഈ എയർവേയുടെ ആ ഓപ്പണിങ്ങിനെ റെഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എയർ ഫ്ലോ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരും. അത് ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു ഇത് നഷ്ടപ്പെടും. താങ്ക് യു ഫോർ ലിസണിങ്.